ചേട്ടാ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഡൗട്ട് അയച്ച ഒരാളാണ്. അതിലെനിക്ക് തൃപ്തിയായ റിപ്ലൈ കിട്ടിയിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പ്രോബ്ലം ഉള്ളത് ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ബസ് സ്റ്റോപ്പിൽ വണ്ടി കൊണ്ടുവെക്കും, വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഇരുട്ടാണ്. പകൽ ഓടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ 15-20 സ്പീഡിലാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇരുട്ടിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. റോഡിൽ മറ്റ് തടസ്സങ്ങൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ഇതെങ്ങനെ മാറ്റിയെടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പകൽ നമ്മൾ ഓടിക്കുന്ന പോലല്ല രാത്രിയിൽ ഓടിക്കേണ്ടത്. പ്രത്യേകിച്ച് വണ്ടി ഓടിച്ച് തുടങ്ങുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരുവിധ എക്സ്പീരിയൻസ് ആയവർക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മൾ ആകെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വണ്ടിയുടെ വെട്ടവും പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ വരുന്ന പോസ്റ്റിന്റെ വെട്ടം, അല്ല അടുത്തുള്ള കടയുടെ വീടിന്റെ വെട്ടം, അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ വഴി കാണുന്നത്. ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം രാത്രി നമ്മൾ ഓടിച്ച് തെളിയുക എന്നുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ഈ പറഞ്ഞോട് 15-20 സ്പീഡിൽ തന്നെയാണല്ലോ പോകുന്നത്. ആ സ്പീഡിൽ തന്നെ പോവുക. വണ്ടിയുടെ ലൈറ്റ് ക്ലിയർ ആയിട്ട് റോഡിലേക്ക് തന്നെ അലൈൻ ചെയ്ത് വെക്കുക. പല വണ്ടികളുടെയും കുറച്ച് മുകളിലേക്കും താഴേക്കൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വണ്ടികൾക്ക് അത്ര പ്രശ്നം വരത്തില്ല. കൃത്യമായിട്ട് റോഡിലേക്ക് കിട്ടുന്ന രീതിയിൽ വെട്ടം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പഴയ വണ്ടിയാണെങ്കിൽ ലൈറ്റിന് എന്തെങ്കിലും ഈ മങ്ങലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി വെക്കുക. കഴിവതും മഴയുള്ള സമയങ്ങളിൽ രാത്രി ഓടിക്കാതിരിക്കുക. കാരണം മഴയുണ്ടെങ്കിൽ റോഡ് നികന്ന് കിടക്കായിരിക്കും. ഈ കാണുന്ന വെട്ടത്തിൽ എവിടെയാണ് കൊണ്ട് കുഴിയുന്നൊന്നും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും കണ്ടുപിടിക്കാൻ പാടായിരിക്കും. റോഡ് ഓടിക്കുമ്പോൾ ഒരിക്കലും റോഡിന്റെ സൈഡ് ചേർത്ത് ഓടിക്കരുത്. ഈ രാത്രി കാലങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒത്തിരി സൈഡിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ രാത്രി ഈ റോഡിന്റെ തൊട്ടപ്പുറത്ത് എന്താണെന്ന് നമുക്ക് പകൽ അറിയായിരിക്കും, പക്ഷെ രാത്രി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന റോഡ് തിരിച്ചു വരുമ്പോൾ കാണത്തില്ല. കാരണം എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുത്തിപ്പൊളിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള റോഡുകൾക്ക് എന്തെങ്കിലും സിഗ്നലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും സിമ്പലുകളോ അങ്ങോട്ട് പോകരുതെന്ന് എന്തെങ്കിലും ബോർഡുകളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പേടി കൂടിയിട്ട് പെട്ടെന്ന് വീട്ടിൽ ചെല്ലാമെന്ന് ഓർത്ത് ഒരിക്കലും സ്പീഡ് കൂട്ടാനായിട്ട് ശ്രമിക്കരുത്. അതേ സ്പീഡിൽ തന്നെ പോയാൽ മതി. എതിരെ വണ്ടികൾ വരുന്ന സമയത്ത് ഒരിക്കലും ആ വണ്ടിയുടെ ലൈറ്റിലേക്ക് നോക്കരുത്. നേരെ നമ്മുടെ റോഡിലേക്ക് മാത്രം നോക്കുക, അല്ലെങ്കിൽ വഴിയിലേക്ക് മാത്രം നോക്കുക. കാരണം ആ വണ്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു മങ്ങൽ, പിന്നെ എവിടെ നോക്കിയാലും ആ ലൈറ്റ് ഇങ്ങനെ മിന്നുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ നമുക്കൊന്ന് കാണാൻ പറ്റത്തില്ല കുറച്ച് നേരത്തേക്ക്. അതുകൊണ്ട് നമ്മുടെ വഴിയിലേക്ക് മാത്രം നോക്കുക. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ചെന്ന് വീഴുന്ന ആ ഭാഗത്തേക്ക് നോക്കുക. മാക്സിമം ഡിം ഇട്ട് ഓടിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ആ റോഡിലെങ്കിലും മറ്റെതിരെ വണ്ടികളൊന്നും വരുന്നില്ല, ബ്രൈറ്റ് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എതിരെ വണ്ടികൾ വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ബ്രൈറ്റ് അടിക്കുന്ന സമയത്ത് മറ്റുള്ള എതിരെ വരുന്ന വണ്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എതിരെ വരുന്ന വണ്ടി ബ്രൈറ്റ് അടിച്ചാണ് വരുന്നതെങ്കിൽ നമ്മളൊരു ഡിമ്മും ബ്രൈറ്റും ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അവരുടെ ശ്രദ്ധയിൽ കിടക്കാതെ വരുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ഏകദേശം കാര്യം പിടിയിട്ട് അവർ ഡിമ്മാക്കി തരും. അളവുകളോ കാര്യങ്ങളോ ഒന്നും രാത്രി പേടിക്കേണ്ട കാര്യമില്ല. കാരണം എതിരെ വണ്ടി വരുവാണെങ്കിൽ നമുക്ക് ലൈറ്റ് കാണാമല്ലോ. എതിരെ വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. മാഷെ നമസ്കാരം. മാഷിന്റെ വീഡിയോ കണ്ട് വണ്ടി ഓടിക്കാൻ പഠിച്ച ഞാൻ ഒരുവിധം നന്നായി തിരക്കുള്ള റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്നു. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും മാഷിന് സമർപ്പിക്കുന്നു. ഒരുപാട് നന്ദി. ഉണ്ണിയെ തിരക്കതായി പറയണം. ഇതിൽ ക്രെഡിറ്റ് എനിക്കല്ല, ശരിക്കും ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ചെയ്യാൻ പറ്റുന്നത് അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് സുരേഷിന് കൃത്യമായിട്ട് റോഡിൽ കൂടെ നല്ലതായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതും. പിന്നെ ഇതുപോലെ നിരവധി പോസിറ്റീവ് കമന്റുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചാനലിൽ ഓരോ വീഡിയോസും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നമ്മുടെ ഏകദേശം 1 വർഷം മുമ്പ് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങളതൊന്ന് കയറി നോക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയായാലും കമന്റുകൾ അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ.